എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളൊക്കെ ഒരു മനുഷ്യജന്മം കിട്ടി ഈ ഭൂമിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് നമ്മളുടെ ബന്ധുജനങ്ങളെയാണ്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ എൻ്റെ മകന് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ആധ്യാത്മികമായിട്ടുള്ളൊരു പാതയിൽ ചിന്തിക്കുമ്പോൾ ഈ ബന്ധങ്ങൾക്കൊന്നും അവിടെ നമ്മൾ കരുതുന്ന അത്ര ഒരു സ്ഥാനം ഇല്ല എന്ന് ആധ്യാത്മികമായ പാതയിൽ ചിന്തിച്ചിട്ടുള്ള മഹാത്മാക്കൾ നമ്മളെ ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ആ ചിന്ത വളർത്തുന്ന ആളുകൾക്ക് വൈരാഗ്യാവസ്ഥ ഉണ്ടാവുന്ന പറയാം. വെച്ചാൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഞാൻ എന്താണെന്നുള്ള ബോധം എനിക്കുണ്ടെന്നും ആ പരമമായിട്ടുള്ള ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നും ഈ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നുമല്ല യഥാർത്ഥത്തിലുള്ള എൻ്റെ ബലം ഇരിക്കുന്നത്, അത് എന്നിൽ തന്നെയാണ് എന്നുള്ള ചിന്ത ഉണ്ടാവും എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ആ ചിന്ത വളർത്തുന്ന ഒരു കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. ചിത്രകേതുവിൻ്റെ കഥ, അല്ലെങ്കിൽ ചിത്രകേതു ഉപാഖ്യാനം എന്ന പേരിൽ ഭാഗവതത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ആദ്യം ആ കഥ കേൾക്കാം, അതിനുശേഷം എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. ചിത്രകേതു എന്ന് പറയുന്ന രാജാവ് സൂര്യസേന രാജ്യത്തെ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ഒരു ഭാര്യയിലും അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് വലിയ വിഷമായിരുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാത്ത അച്ഛൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ രാജ്യത്ത് സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൂടി വന്നപ്പോഴും സ്വന്തമായിട്ടൊരു കുട്ടിയില്ലല്ലോ, എൻ്റെ രാജ്യം ഭാവിയിൽ അനാഥാവുമല്ലോ എന്നുള്ള ചിന്ത എപ്പോഴും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം വിഷമിച്ച് രാജ്യകൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ഒരു മഹാത്മാവ് കയറി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അങ്കിരസ് എന്നാണ്. അദ്ദേഹമാണ് അഥർവവേദത്തിൻ്റെയൊക്കെ ഉപജ്ഞാതാവായിട്ട് പറയാറുള്ളത്, അങ്കിരസ് മഹർഷി. ആ മഹർഷി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിഷമാവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമം. പാവൻ രാജാവ് കുറേ ആയി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, എന്തെങ്കിലും ഇയാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നി. മഹാത്മാവിനെ കണ്ടപ്പോൾ രാജാവും വേണ്ട തരത്തിൽ ഉപചരിച്ച് പൂജയൊക്കെ കൊടുത്തപ്പോൾ രാജാവും പറഞ്ഞു, മഹാത്മാവേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണമെന്ന്. എന്തായാലും അങ്കിരസ് ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം ഒരു യാഗം നടത്തി. ആ യാഗത്തിൻ്റെ അവസാനം അതിൽ നിന്ന് ഒരു ചൈതന്യവാനായിട്ടുള്ള പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പായസം ഉണ്ടായിരുന്നു. ആ പായസം അദ്ദേഹം ചിത്രകേതുവിന് കൊടുത്തു. ചിത്രകേതു തൻ്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന കൃതദ്യുതി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് അത് കൊടുത്തു. കൃതദ്യുതി അത് കഴിച്ചു, ഗർഭിണിയായി, പ്രസവിച്ചു. നല്ല ചൈതന്യവാനായിട്ടുള്ള ഒരാൺകുട്ടി. ആ കുട്ടിയെ ഇങ്ങോട്ട് കിട്ടിയതോടുകൂടി ചിത്രകേതുവിന് പിന്നെ രാജ്യവും വേണ്ട, ഭാര്യമാരും വേണ്ട, ഒന്നും വേണ്ട. എപ്പോഴും ആ കുട്ടി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ചിത്രകേതുവിനുണ്ടായിരുന്നത്. എപ്പോഴും ആ കുട്ടിയുടെ കൂടെ രാജാവാണെന്ന് പോലും മറന്നുകൊണ്ട് കളിക്കുക, ആ കുട്ടി പറയുന്നതൊക്കെ ആ ക്ഷണം സാധിപ്പിച്ചു കൊടുക്കുക. അത്ര വലിയൊരു ബന്ധമായിരുന്നു ആ അച്ഛനും മകനും തമ്മിലുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷത്തിൻ്റെ നാളുകളിലൂടെ കടന്നുപോയി. അച്ഛനും ഭാര്യയും മകനും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ കുറച്ച് ആളുകൾക്ക് ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ മകനെ കിട്ടിയതോടുകൂടി രാജാവ് തങ്ങളെയൊന്നും വേണ്ട തരത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് തോന്നിയ ചിത്രകേതുവിൻ്റെ മറ്റ് ഭാര്യമാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് തോന്നി, ഇനിയും ഈ രംഗം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ പടി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ കുട്ടിയാണ് രാജാവിൽ നിന്ന് നമ്മളെ അകറ്റിയത്. അവനില്ലാതായാൽ രാജാവ് വീണ്ടും നമ്മളുടെ അടുത്തേക്ക് വരും എന്ന ചിന്തയോടുകൂടി ഈ കുട്ടിക്ക് വിഷം കൊടുത്ത് ബാക്കിയുള്ള സപത്നിമാര് ചിത്രകേതുവിൻ്റെ കുട്ടിയെ വധിച്ചു, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു. ചിത്രകേതു കാണുന്നത് താൻ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന തൻ്റെ കുട്ടി അതാ അവിടെ മൃതശരീരമായിട്ട് കിടക്കുന്നതാണ്. ആ കുട്ടിയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ ചിത്രകേതുവിൻ്റെ നെഞ്ച് തകർന്നു പോയി. അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. എനിക്ക് ഈ ഗതികേട് വന്നല്ലോ, ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുട്ടി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി അച്ഛനും അമ്മയും നന്നായിട്ടിരുന്ന് കരഞ്ഞു. ആ കരയുന്ന രംഗത്തിലേക്കാണ് നേരത്തെ ഈ യാഗം നടത്തിയ അങ്കിരസ് മഹർഷിയും നാരദ മഹർഷിയും വന്നത്. നാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും കണ്ടതോടുകൂടി അദ്ദേഹത്തിന് വിഷമം കൂടി. അവർ രണ്ടുപേരെയും നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് ഒന്ന് ജീവൻ തിരിച്ചു തരണ പ്രവർത്തനങ്ങൾ ചെയ്യൂ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ രാജ്യം തരാം, എൻ്റെ സമ്പത്ത് തരാം, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു. ആദ്യം അങ്കിരസ് മഹർഷി അദ്ദേഹത്തെ ഉപദേശിച്ചു, വിധിയെ തടുക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല, ഇത് ഭഗവത് ഇച്ഛയായിട്ട് കണ്ടുകൊണ്ട് സമാധാനിക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ചിത്രകേതുവിന് സമാധാനമായില്ല. എനിക്ക് ഈ കുട്ടിയുടെ ജീവൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം വാശി പിടിച്ചു. ആ സമയത്ത് ഏറ്റവും പരമകാരുണികനായിട്ടുള്ള നാരദ മഹർഷി ഒരു മന്ത്രം ചൊല്ലി അവിടെ നിന്നാണ്.
ആ മന്ത്രം ചൊല്ലിയപ്പോൾ ഈ കുട്ടിയുടെ മരിച്ച ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. നാരദ മഹർഷി ആത്മാവിനോട് പറഞ്ഞു, മോനെ, നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം നീ മാറ്റി കൊടുക്ക്. അവർ നിന്നെ കാണാഞ്ഞിട്ട് ഇവിടെ വിഷമിക്കുന്നത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി ആ കുട്ടിയുടെ ആത്മാവ് സംസാരിച്ചത്, ഏതച്ഛനെയും അമ്മയെയും കുറിച്ചാണ് മഹർഷേ അങ്ങ് പറയുന്നത് എന്നാണ്. ഇത് കേൾക്കുന്ന ചിത്രകേതുവിൻ്റെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആ ആത്മാവ് വീണ്ടും പറഞ്ഞു തുടങ്ങുകയാണ്, എനിക്ക് സ്ഥിരമായിട്ട് ഒരച്ഛനുമില്ല, എനിക്കൊരമ്മയില്ല. ഞാൻ എത്രയോ ജന്മങ്ങൾ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തൊരു ജന്മത്തിൽ മറ്റൊരച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിക്കുമായിരിക്കും. അതുകൊണ്ട് എനിക്കതിലൊന്നും യാതൊരു തരത്തിലുള്ള കെട്ടുപാടുകളുമില്ല. ഞാൻ സ്വതന്ത്രനാണ്. ഇദ്ദേഹത്തിൻ്റെ കുട്ടി അദ്ദേഹത്തിന് മുമ്പിൽ കിടക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ല എന്നാണ് ആ ആത്മാവ് പറഞ്ഞത്രേ. എന്തായാലും ആ സമയത്ത് ആ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ അത് കേട്ടപ്പോഴാണ് തൻ്റെ ഉള്ളിലുള്ള പരമമായിട്ടുള്ള ചൈതന്യത്തെക്കുറിച്ചുള്ള ചിന്ത ചിത്രകേതുവിന് ഉണ്ടായത് എന്നാണ്. വിഷമമൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം നാരദ മഹർഷിയെ നമസ്കരിച്ചു. നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം വിദ്യാധിരാജൻ എന്ന പദവിയിലേക്ക് ഉയർന്നു എന്നാണ്. ഈ യക്ഷന്മാർ, കിന്നരന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധിരാജന്മാർ എന്നൊക്കെ പറയും, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതിലേക്ക് ഉയർന്നു എന്നാണ്. അങ്ങനെ വിദ്യാധിരാജനായിട്ട് മാറിയ ചിത്രകേതു പാർവതീദേവിയുടെ ശാപം കൊണ്ട് വൃത്രാസുരനായിട്ട് പിന്നീട് ജനിക്കുകയും ഇന്ദ്രന്റെ കൈകൊണ്ടുള്ള മരണത്തിലൂടെ ഭഗവാൻ ഇച്ഛ കൊണ്ട് മോക്ഷത്തെ പ്രാപിച്ചു എന്നുമാണ് ചിത്രകേതുവിൻ്റെ കഥ. ഈ ബന്ധങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരു ലൗകിക ജീവിതത്തിൽ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ട പരിഗണനയൊക്കെ കൊടുക്കണം. പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് പ്രപഞ്ച സത്യം എന്നുള്ള ഒന്നുണ്ട് എന്നുള്ള ബോധ്യം നിരന്തരം നമ്മൾക്കുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.